ഹലോ. ഓക്കെ, ആശയ സംവാദമാണ് ഇവിടെ നടക്കുക പോണ്ടേ എ ബി ടീമിൽ. അപ്പോൾ എ ടീമിൻ്റെ ഒരാൾ പ്രതിനിധി 10 മിനിറ്റ് ടൈമുണ്ട്, അതിലുള്ളതായിട്ട് നിങ്ങളെ ആശയത്തെ മണ്ടനാക്കാം. ബിക്കും അതേപോലെ 10 മിനിറ്റ് സമയാവകാശമുണ്ട്, അതിൽ നിങ്ങളെ ആശയത്തെ മണ്ടനാക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഏഗ് ആദ്യം മണ്ടനാക്കി ഏടൊട്ട ബീഗ് 2 ചോദ്യം കേൾക്കുള്ള അവസരമുണ്ട്. ചോദ്യം കേൾക്കുക 1 മിനിറ്റാണ് ടൈമുള്ള, ആൻസർ 2 മിനിറ്റിൽ ആൻസർ ആക്കിയിട്ടാണ്. എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നൊരു ചോദ്യം കേൾക്കുക അവകാശമുണ്ട്. ഉപചോദ്യത്തേക്ക് ഇവിടെ ഇപ്പോൾ അവകാശം ഇല്ല, ടൈം കുറച്ചുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിയുടെ അങ്ക് 2 ചോദ്യം കേൾക്കുക. അതേ നേരത്തെ കേട്ടതുപോലെ വളരെ കൃത്യമായിട്ട് 1 മിനിറ്റിലുള്ള നിങ്ങളുടെ ചോദ്യം അവസാനിക്കുന്നു. അങ്ങനെ അതൊക്കെ ഉപചോദ്യം അങ്ങനെ എന്തില്ല. 1 മിനിറ്റിൽ ക്ലിയറായിട്ട് നിങ്ങളുടെ ചോദ്യം അവസാനിക്കണം. അതിക്ക് 2 മിനിറ്റിൽ മറുപടി കൊടുക്കണം. പിന്നെ ലാസ്റ്റ് ഒരു 2 മിനിറ്റ് കൺക്ലൂഷൻ ആയിട്ട് ഞങ്ങൾ ഇത് സെഷൻ അവസാനിപ്പിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോൾ ലെറ്റർ എ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, ഈ സുന്ദരവേദിയിൽ മരിച്ചവരുടെ മേൽ ഖുർആൻ പാരായണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരൽപ്പം സംസാരിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മരിച്ചവരുടെ മേലുള്ള ഖുർആൻ പാരായണവും ഖുർആൻ പാരായണം ചെയ്ത് അവരുടെ മേൽ ഹദിയ ചെയ്യലും ആ ഹദിയ ചെയ്തത് മരിച്ചവരുടെ മേൽ ഖബറിൽ മയ്യിത്തായി കിടക്കുന്നവരുടെ മേൽ ഉപകരിക്കുമെന്നതും ഉള്ളതാണ്. അങ്ങനെ അവരുടെ മേൽ ഖുർആൻ ഓതൽ സുന്നത്താണ് എന്നതിൽ യാതൊരു പണ്ഡിതർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ല. മദ്ഹബിന്റെ 4 ഇമാമുകളുടെ ഇടയിലും മരിച്ചവരുടെ മേൽ ഖുർആൻ പാരായണം പറ്റും എന്നതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലേക്കൊന്ന് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇഖ്റഉ അലാ മൗതാകും സൂറത്തു യാസീൻ. മരണപ്പെട്ടു പോയവരുടെ മേൽ നിങ്ങൾ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക. വേറെ എല്ലാ തെളിവുകൾക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഹദീസ് മാത്രം മതി മരിച്ചവരുടെ മേൽ ഖുർആൻ പാരായണം ചെയ്യാം എന്നതിനിക്ക്, ചെയ്യൽ സുന്നത്താണ് എന്നതിനിക്ക് തെളിവായി ഇതൊരായത്ത് മാത്രം മതിയാകുന്നതാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ മാത അഹദുക്കും فلا تحبسوا وأسرعوا به إلى قبره وليقرأ عند رأسه فاتحة البقرة وعند رجليه بخاتمة البقرة. رواه البيهقي في شعب الإيمان. ബൈഹഖി ഇമാം ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ച ഹദീസിനെ മിഷ്കാത്തിൽ
ഉദ്ധരിച്ചതായി കാണാൻ കഴിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുന്നു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ പെട്ടെന്ന് കബറടക്കി കബറിന്റെ അടുക്കൽ ചെന്ന് തലയുടെ അടുത്ത് ബക്കറയുടെ തുടക്കത്തിന്റെ ചില ആയത്തുകളും ആ മയ്യത്തിന്റെ കാൽപാദത്തിന്റെ അടുത്ത് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ആയത്ത്, അതായത് ആമന റസൂൽ തുടങ്ങുന്ന ആയത്ത് ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതായി ഹദീസിൽ കാണാവുന്നതാണ്. അത്രമാത്രമല്ല, ഓരോ മദ്ഹബിന്റെ ഇമാമുകളുടെ അടുത്ത് നിന്നുദ്ധരിച്ച തെളിവുകൾ നോക്കുകയാണെങ്കിൽ മഹാനായ നമ്മുടെ മദ്ഹബിലെ ഇമാമായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നെ തൊട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതുന്നു, വയുസ്തഹബ്ബു അൻ യഖറഅ മിനൽ ഖുർആനി മാ തയസ്സറ വയദഉ ലഹും അഖിബഹ നസ്സ അലൈഹി ഷാഫിഈ. ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ മുഹദ്ദബിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ചതായി എഴുതുന്നു, ഖബറിന്റെ അടുത്ത് പോയി ഖുർആൻ ഓതൽ സുന്നത്താണ്, എന്നിട്ട് ആ ഖബറിന്റെ ആൾക്ക് വേണ്ടി ദുആ ചെയ്യലും സുന്നത്താണ്. ഇനി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിയാൽ, അബൂ ഹനീഫ ഹനഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു എഴുതുന്നു, മരിച്ചവരുടെ മേൽ ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം ഖബറിന്റെ അടുത്ത് ആ മയ്യത്തിലേക്ക് എത്തുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ആ മയ്യത്തിനു വേണ്ടി പക്ഷേ അവിടെ ആ മയ്യത്തിന്റെ ഹളറത്തിലാവണം, അല്ലെങ്കിൽ ഖിറാഅത്ത് ഓതിയതിന്റെ ഉടനെ ഖുർആൻ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ സവാബ് മയ്യത്തിന് ഏൽപ്പിക്കണം എന്നുള്ള ചില ഷർത്തുകളോടുകൂടെ ഓതിയതിന്റെ പ്രതിഫലം മയ്യത്തിന് കിട്ടും എന്നതാണ് ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു എഴുതുന്നത്. അവിടെ അൽ മുറാദു ഇന്തിഫാഉൽ മയ്യിത്ത് ബിൽ ഖിറാഅത്തി ലാ ഹുസൂലു സവാബിഹാ ലഹു. ഒരഭിപ്രായം പറയുന്നു, അവിടെ മയ്യത്തിന് അതിന്റെ പ്രതിഫലം ലഭിക്കുകയല്ല, അതിന്റെ ഫലം ലഭിക്കുകയാണ്. ഫലവും പ്രതിഫലത്തിന് വ്യത്യാസമുണ്ട്. മയ്യത്ത് നിസ്കരിച്ചാൽ അത് നിസ്കരിച്ച ആൾക്ക് അതിന്റെ പ്രതിഫലമാണ്, അതിന്റെ ഫലം മയ്യത്തിന് ലഭിക്കുന്നതാണ്. പക്ഷേ എന്നാണ് അവസാന മഹാനവർകൾ എഴുതുന്നത്. അതായത് പ്രതിഫലം തന്നെ ആ മയ്യത്തിലേക്ക് എത്തും എന്നതാണ്. മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അഖദൽ ഉലമാഉ മിൻ ഹാദാ ഇസ്തിഹ്ബാബ് ഖിറാഅത്തിൽ ഖുർആനി അലൽ മയ്യിത്തി لأنه إذا خفف عنه بتسبيح الجريدتين وهما جماد فقراءة القرآن أولى. മഹാനവർകൾ എഴുതുന്നു, മരിച്ചവരുടെ മേൽ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. കാരണം മരിച്ച മയ്യത്തിന്റെ ഖബറിന്റെ മേൽ ഒരു ഈത്തപ്പനം മട്ടൽ നടുന്നത് മൂലം അവന്റെ അദാബ് ലഘൂകരിക്കപ്പെടും, കുറക്കപ്പെടും. അത് ആ മരത്തിൽ നിന്ന് തന്നെ, ആ ചെടിയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഫഖിറാഅത്തുൽ ഖുർആനി ഔല, ഒരാൾ ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം ഖബറിലേക്ക് എത്തുമെന്നത് ഏറ്റവും ബന്ധപ്പെട്ടതും അത് എത്തുന്നതുമാണ്. ഇബ്നു ഹാജർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ ഖുരിഅ ഫീ ബൈതിഹി വഉഹദിയ ഇലൈഹി ലവസലത്
ഒരാൾ മരിച്ച മയ്യത്തിന്റെ മേൽ ഖുർആൻ ഓതുകയും അതിനെ ഹദിയ ചെയ്താൽ അത് ആ മയ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ ഇമാം ഹംബലി മദ്ഹബിന്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ وأي قرية فعلها وجعل ثوابها للميت المسلم نفعه ذلك إن شاء الله. ഒരാൾ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതുകയും അതിന്റെ സവാബിനെ അവനിലേക്ക് ഹദിയ ചെയ്താൽ അതവനിക്ക് എത്തും. ഇങ്ങനെ എല്ലാ മദ്ഹബിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും ഈ മരിച്ചവരുടെ മേലുള്ള ഖുർആൻ പാരായണം അത് സുന്നത്താണ് എന്നും അതിന്റെ മിസ്ല സവാബ് പ്രതിഫലം ആ മയ്യത്തിലേക്ക് എത്തും എന്നതാണ് വിശദീകരിക്കുന്നത്. ഇനി ഖുർആൻ പാരായണം പാടില്ല എന്ന് പറയുന്ന പുത്തനാശയക്കാർ തന്നെ തെളിവ് പിടിക്കുന്ന അവരുടെ ഇമാമായി കരുതുന്ന ഇബ്നു തൈമിയയും പറയുന്നത് അവരുടെ മേൽ മരിച്ചവരുടെ മേൽ ഖുർആൻ ഓതൽ സുന്നത്താണ് എന്നാണ്. ഇബ്നു തൈമിയയോട് ഒരു ചോദ്യമുണ്ടായി. അൻ ഖിറാഅത്തി അഹ്ലിൽ മയ്യിത്തി തസിലു ഇലൈഹി, മരിച്ചവരുടെ മേൽ ഖുർആൻ ഓതിയാൽ അതവർക്ക് എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു തൈമിയ മറുപടി പറയുന്നത് യസിലു ഇലൽ മയ്യിത്തി ഖിറാഅത്തു അഹ്ലിഹി വതസ്ബീഹിഹിം വതക്ബീരിഹിം വസായിരി ദിക്രിഹിം ലില്ലാഹി തആല. അവർ ഓതിയ ഖുർആനും തസ്ബീഹും തക്ബീറും തുടങ്ങിയ എല്ലാതും അവരുടെ ഖബറിലേക്ക് മയ്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതിന്റെ ഫലം അവർക്ക് ലഭിക്കുന്നതാണ് എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ಗೌರವಾನ್ವಿತ ಉಸ್ತಾದರೇ, ತೀರ್ಪುಗಾರರೇ, ನನ್ನ ನೆಚ್ಚಿನ ಸಹಪಾಠಿ ಮಿತ್ರರೇ, ಖುತುಬಾ ಪರಿಭಾಷೆ ಇದರ ಕುರಿತು ಇಲ್ಲಿ ನಾನು ನಿಮ್ಮ ಮುಂದೆ ಒಂದೆರಡು ಮಾತನ್ನು ಹೇಳಲು ಬಯಸುತ್ತೇನೆ. ಪ್ರಿಯರೇ, ಮುಸ್ಲಿಮರ ಈದ್ ಎಂದೇ ಎನಿಸಲ್ಪಡುವ ಶುಕ್ರವಾರ ದಿನದಂದು ನಡೆಸಲ್ಪಡುವ ಹುತುಬಾ ಅರಬಿ ಭಾಷೆಯಲ್ಲಾಗಿರಬೇಕು. ಅದು ಕೇವಲ ಭಾಷಣವಲ್ಲ, ಅದು ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರವರು ತೋರಿಸಿಕೊಟ್ಟಂತಹ ಅರಬಿ ಭಾಷೆಯಲ್ಲಾಗಿರಬೇಕೆಂದು ಬಹುಪಾಲು ಸುನ್ನಿಗಳು ಅದನ್ನು ವಾದಿಸುತ್ತಾ ಅದನ್ನು ಕಾರ್ಯರೂಪಕ್ಕೆ ತರುತ್ತಿದ್ದಾರೆ. ಒಂದು ಕಡೆ ಅದು ಕೇವಲ ಭಾಷಣವಾಗಿದೆ, ಅದು ಜನರಿಗೆ ತಿಳಿಯುವ ರೀತಿಯಲ್ಲಿ ಭಾಷಣ ಮಾಡಬೇಕೆಂದು ಕೆಲವು ಬೆರಳಿಕೆಯಷ್ಟೇ ನೂತನವಾದಿಗಳು ಎಂದು ಕೇಕೆ ಹಾಕುತ್ತಿದ್ದಾರೆ. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಇಸ್ಲಾಮಿನಲ್ಲಿ ಯಾವುದು ಅನಾಚಾರ, ಯಾವುದು ಅನಿಸ್ಲಾಮಿಕೋ, ಯಾವುದು ಇಸ್ಲಾಮಿಕೋ ಎಂದು ಕೇವಲ ಒಬ್ಬನ ಹತ್ತಿರ ಅದು ತೀರ್ಮಾನಿಸುವ ಮಾತ್ರಕ್ಕೆ ಅದು ಇಸ್ಲಾಮಿಕೋ ಅಥವಾ ಅನಿಸ್ಲಾಮಿಕೋ ಎಂದು ಅದಕ್ಕೆ ಹೇಳಿಕೊಡುವುದಾಗಿ ಒಬ್ಬರ ಹತ್ತಿರ ಕೇಳುವಾಗ ಅದಕ್ಕೆ ಹೇಳಿಕೊಡುವುದಾಗಿಲ್ಲ. ಮಾತ್ರವಲ್ಲ, ಅಲ್ಲಿ ತೀರ್ಮಾನಿಸುವುದು ಇಸ್ಲಾಮಿನ ಆಧಾರ ಸ್ತಂಭಗಳಾದ ಇಸ್ಲಾಮಿನ 4 ಆಧಾರ ಸ್ತಂಭಗಳಾದ 4 ಪ್ರಮಾಣಗಳಾಗಿವೆ. ಒಂದನೆಯದ್ದು ಕುರ್ಆನ್, ಎರಡನೆಯದ್ದು ಹದೀಸ್, ಹಾಗೆ ಇಜ್ಮಾ ಮತ್ತು ಕಿಯಾಸ್. ಈ 4 ಪ್ರಮಾಣಗಳಿಂದಾಗಿದೆ. ಈ 4 ಪ್ರಮಾಣಗಳಿಂದ ಸಾಬೀತಾಗುತ್ತದೆಯೇ ನೋಡೋಣ. ಈ 4 ಪ್ರಮಾಣಗಳಿಂದಾಗಿದೆ ಇಂದು ಇಸ್ಲಾಮಿನಲ್ಲಿ ನಡೆಯುವಂತಹ ಒಂದು ಪದ್ಧತಿ, ಒಂದು ಕಾರ್ಯ ನಮಗೆ ಅದು ಆಚಾರವೋ ಅನಾಚಾರವೋ ಎಂದು ನಮಗೆ ತಿಳಿಯಲ್ಪಡಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. ಒಂದನೆಯದಾಗಿ ಕುರ್ಆನ್ ಎಂಬ ಪ್ರಮಾಣವನ್ನು ನೋಡಿದಾಗ
ಅಲ್ಲಾಹನು ಅವನ ಪರಿಶುದ್ಧವಾದ ಕುರ್ಆನಿನಲ್ಲಿ ಸೂರಾ ಇಬ್ರಾಹಿಮಿನ 41ನೇ ಸೂಕ್ತದಲ್ಲಿ ಅಲ್ಲಾಹನು ಹೇಳುತ್ತಾನೆ, ವಮಾ ಅರ್ಸಲ್ನಾ ಮಿರ್ ರಸೂಲಿನ್ ಇಲ್ಲಾ ಬಿಲಿಸಾನಿ ಕೌಮಿಹಿ. ಎಲ್ಲ ಪ್ರವಾದಿಗಳನ್ನು ನಾವು ನಿಯೋಗಿಸಿದ್ದು, ನಾವು ಅವರ ಸಮುದಾಯಕ್ಕೆ ನಿಯೋಗಿಸಿದ್ದು ಅವರ ಪ್ರಬೋಧನೆಯ ಭಾಷೆಯಲ್ಲೇ ಆಗಿದೆ. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಇಲ್ಲಿ ನಾವು ಮನದಟ್ಟು ಮಾಡಬೇಕಾದಂತಹ ವಿಷಯ, ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರಿಗಿಂತ ಮುಂಚೆ ಇಲ್ಲಿ ಅದೆಷ್ಟೋ ಪ್ರವಾದಿಗಳು ಕಳೆದು ಹೋಗಿದ್ದಾರೆ. ಅವರೆಲ್ಲರೂ ಒಂದೊಂದು ಪ್ರತ್ಯೇಕವಾದ ಸಮುದಾಯಕ್ಕೆ ನಿಯೋಗಿಸಲ್ಪಟ್ಟವರಾಗಿದ್ದಾರೆ. ಆದರೆ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರವರು ಎಲ್ಲ ಕಾಲಕ್ಕೂ, ಎಲ್ಲ ದೇಶಕ್ಕೂ, ಎಲ್ಲ ಸಮಯಕ್ಕೂ, ಎಲ್ಲ ಜನಾಂಗಕ್ಕೆ ನಿಯೋಗಿಸಲ್ಪಟ್ಟ ನೇತಾರರಾಗಿದ್ದಾರೆ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರವರು. ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರವರು ಶುಕ್ರವಾರ ದಿವಸ ಖುತ್ಬಾ ಓದುವ ಸಂದರ್ಭದಲ್ಲಿ ಅಲ್ಲಿ ಅರಬಿ ಕಂಡು ಕೇಳಿ ಅರಿಯದ ಜನರುಗಳು ಇದ್ದುಕೊಂಡು ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರವರು ಖುತ್ಬಾವನ್ನು ಅರಬಿಯಲ್ಲೇ ಓದಿದರು. ಮಾತ್ರವಲ್ಲ, ಅಲ್ಲಾಹನು ಪರಿಶುದ್ಧವಾದ ಸೂರಾ ಅರಾಫಿನ 158ನೇ ಸೂಕ್ತದಲ್ಲಿ ಅಲ್ಲಾಹನು ಹೇಳುತ್ತಾನೆ, ಕುಲ್ ಯಾ ಅಯ್ಯುಹನ್ ನಾಸು ಇನ್ನಿ ರಸೂಲುಲ್ಲಾಹಿ ಇಲೈಕುಂ ಜಮೀಅ ಅಲ್ಲದೀ ಲಹು ಮುಲ್ಕು ಸಮಾವಾತಿ ವಲ್ ಅರ್ದ್. ಈ ಸೂಕ್ತದಲ್ಲಿ ಮಹಾನರಾದ ಇಮಾಮ್ ರಾಜಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ತನ್ನ ತಫ್ಸೀರುಲ್ ಕಬೀರಿನಲ್ಲಿ 15ನೇ ಭಾಗ 26ನೇ ಪುಟದಲ್ಲಿ ಇಮಾಮ್ ರಾಜಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅವರು ಹೇಳುತ್ತಾರೆ, ಉದ್ಧರಿಸುತ್ತಾರೆ, ವತ್ತಬಿಉ ದಲೀಲುನ್ ಅಲಾ ಅನ್ನಹು ಯಜಿಬು ಎಂಬ ಉಲ್ಲೇಖವನ್ನು ಮಹಾನರಾದ ಇಮಾಮ್ ರಾಜಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅಲ್ಲಿ ಉದ್ಧರಿಸುತ್ತಾರೆ. ಅಂದರೆ ಪ್ರತ್ಯೇಕವಾದ ಎಲ್ಲ ಇಸ್ಲಾಮಿನಲ್ಲಿ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರಿಗೆ ಪ್ರತ್ಯೇಕವಲ್ಲದ ಎಲ್ಲ ಕರ್ಮಶಾಸ್ತ್ರ ಆರಾಧನೆಯಲ್ಲೂ ಕೂಡ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರನ್ನು ಅನುಸರಿಸುವುದು ನಮಗೆ ಕಡ್ಡಾಯವಾಗಿದೆ ಎಂದು ಮಹಾನರಾದ ಇಮಾಮ್ ರಾಜಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅವರು ತನ್ನ ತಫ್ಸೀರುಲ್ ಕಬೀರ್ನಲ್ಲಿ ಹೇಳುತ್ತಾರೆ. ಅದೇ ರೀತಿ ಎರಡನೇ ಪ್ರಮಾಣವಾದ ಹದೀಸಿಗೆ ನಾವು ಕಣ್ಣಾಯಿಸಿ ನೋಡುವುದಾದರೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಹೇಳುತ್ತಾರೆ, ಸಲ್ಲು ಕಮಾ ರಅಯ್ತುಮೂನಿ. ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಸಹಾಬಿಗಳೊಂದಿಗೆ ಹೇಳುತ್ತಾರೆ, ನಾನು ಯಾವ ರೀತಿ ನಮಾಜ್ ಮಾಡುತ್ತಾನೆಯೋ ಅದು ನಿಮಗೆ ತಿಳಿದಿದೆ, ಅದೇ ರೀತಿ ನೀವು ಕೂಡ ನಮಾಜನ್ನು ಮಾಡಿರಿ ಎಂಬ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಆ ನುಡಿಯು ಈ ಒಂದು ಚರ್ಚೆಗೆ ಬಹುಮುಖ್ಯವಾದ ಒಂದು ಪಾತ್ರವಾಗಿದೆ. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಇದರಲ್ಲಿ ಮನಗೊಳ್ಳಬಹುದು ಹುತುಬಾ ಅರಬಿ ಭಾಷೆಯಲ್ಲಿ ಆಗಬೇಕೆಂದು. ಮಾತ್ರವಲ್ಲ, ಇಸ್ಲಾಮಿನ 3ನೇ ಆಧಾರ ಸ್ತಂಭವಾದ ಇಜ್ಮಾ ನೋಡುವುದಾದರೆ ಅಥವಾ ಪಂಡಿತರ ವೀಕ್ಷಣೆ ನೋಡುವುದಾದರೆ ಹಿಜ್ರಾ 623ರಲ್ಲಿ ವಫಾತಾದ ಮಹಾನ್ ರಾಫಿ ಇಮಾಮ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅವರು ತನ್ನ ಶರಹುಲ್ ಕಬೀರ್ನಲ್ಲಿ ಹೇಳುತ್ತಾರೆ, ಇನ್ನಹು ಶರ್ತುನ್, ಅಂದರೆ ಅರಬಿ ಭಾಷೆಯಲ್ಲಿ ಓದುವುದೆಂದರೆ ಅದು ನಿಬಂಧನೆಯಾಗಿದೆ. ಹುತುಬಾ ಅರಬಿ ಭಾಷೆಯಲ್ಲಿ ಓದುವುದು ಅದು ಶರ್ತಾಗಿದೆ ಎಂದು ಮಹಾನರಾದ ಇಮಾಮ್ ರಾಫಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅವರು ಹೇಳುತ್ತಾರೆ. ಮಾತ್ರವಲ್ಲ, ಪೂರ್ವಿಕರು ಇದನ್ನೆಲ್ಲ ಅರಬಿ ಭಾಷೆಯಲ್ಲಿ ಹುತುಬಾ ಓದಿ ನಂತರ ಜುಮಾ ನಿರ್ವಹಿಸಿದ್ದಾರೆ ಎಂದು ಮಹಾನರು ಅಲ್ಲಿ ಉದ್ಧರಿಸುತ್ತಾರೆ. ಮಾತ್ರವಲ್ಲ, ಹಿಜ್ರಾ 974ರಲ್ಲಿ ವಫಾತಾದ ಇಬ್ನ್ ಹಜರ್ ಹೈತಮಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅವರು ತನ್ನ ತುಹ್ಫತುಲ್ ಮುಹ್ತಾಜ್ 2ನೇ ಭಾಗ 455ನೇ ಪುಟದಲ್ಲಿ ಮಹಾನರು ಉದ್ಧರಿಸುತ್ತಾರೆ, ಹುತುಬಾ ಅರಬಿ ಭಾಷೆಯಲ್ಲಿ ಓದಲು ಅದು ನಿಬಂಧನೆಯಾಗಿದೆ. ಮಾತ್ರವಲ್ಲ, ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರನ್ನು ಅನುಸರಿಸಬೇಕೆಂಬ ಅಲ್ಲಿ ಷರ್ತು ಕೂಡ ಮಹಾನರು ಅಲ್ಲಿ ಉದ್ಧರಿಸುತ್ತಾರೆ. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಅದೇ ರೀತಿ 4ನೇ ಪ್ರಮಾಣವನ್ನು ನೋಡಿದಾಗ, ಅಂದರೆ ನೂತನವಾದಿಗಳ ಪೂರ್ವಿಕ ನೇತಾರರಾದ ನೂತನವಾದಿಗಳಲ್ಲೇ ಪೂರ್ವಿಕ ನೇತಾರರಾದ KM ಮೌಲವಿ ತನ್ನ 1926 ಜುಲೈ ಅಲ್ ಇರ್ಷಾದ್ ಮಾಸಿಕದಲ್ಲಿ ತನ್ನ ಫತ್ವವನ್ನು ಹೊರಡಿಸುವ ಸಮಯದಲ್ಲಿ ಇದೇ ವಿಷಯ ಹೇಳ್ತಾರೆ. ನಿಶ್ಚಯವಾಗಿಯೂ ಸಲಫು ಮತ್ತು ಖಲಫ್, ಅದೇ ರೀತಿ ತಬഉ ತಾಬಿಗಳು ಅವರು ಖುತ್ಬಾ ಅರಬಿ ಭಾಷೆಯಲ್ಲಾಗಿದೆ ಓದಿರುವುದು. ಮಾತ್ರವಲ್ಲ, ಅರಬಿಯೇತರ ಭಾಷೆಯಲ್ಲಿ ಭಾಷಾಂತರಿಸಿದ ಬಗ್ಗೆ ಎಲ್ಲಿಯೂ ಯಾವ ಗ್ರಂಥದಲ್ಲಿಯೂ ಪ್ರಸ್ತಾಪವಿಲ್ಲ ಎಂದು KM ಮೌಲವಿಯವರು ಅಂದಿನ ಅಲ್ ಇರ್ಷಾದ್ ಪತ್ರಿಕೆಯಲ್ಲಿ ಉದ್ಧರಿಸಿದ್ದಾರೆ. ಮಾತ್ರವಲ್ಲ, ಖತೀಬು ಶಿರ್ಬೀನ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ತನ್ನ ಮುಗ್ನಿಲ್ ಮುಹ್ತಾಜ್ ಎಂಬ ಗ್ರಂಥದಲ್ಲಿ 3ನೇ ಭಾಗ 187ನೇ ಪುಟದಲ್ಲಿ ಮಹಾನವರು ಉದ್ಧರಿಸುತ್ತಾರೆ, ಹುತ್ಬಾ ಎಂಬುದು
ಹಮ್ದು ಮತ್ತು ಸ್ವಲಾತಿನೊಂದಿಗೆ ಆರಂಭಿಸುವ ವಸಿಯತ್ತು ಮತ್ತು ದುವಾದೊಂದಿಗೆ ಕೊನೆಗೊಳ್ಳುವ ಒಂದು ಪ್ರತ್ಯೇಕ ಆರಾಧನೆಯಾಗಿದೆ. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ನಾವು ಮನದಟ್ಟು ಮಾಡಿಕೊಳ್ಳಬೇಕಾದ ವಿಷಯ, ಈ 4 ಪ್ರಮಾಣದಲ್ಲೂ ಕೂಡ ಖುತುಬಾ ಅರಬಿ ಭಾಷೆಯಲ್ಲೇ ಆಗಬೇಕೆಂದು ನಾವು ಇಲ್ಲಿ ಪ್ರತ್ಯೇಕವಾಗಿ ಮನದಟ್ಟು ಮಾಡಿಕೊಳ್ಳಲು ಸಾಧ್ಯವಾಯಿತು. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಮಾತ್ರವಲ್ಲ, ಇಮಾಮ್ ನವವಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು, 2ನೇ ಶಾಫಿ ಎಂದೇ ಪ್ರಸಿದ್ಧರಾದ ಇಮಾಮ್ ನವವಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹುರವರು ತನ್ನ ಮಜ್ಮೂ ಶರಹುಲ್ ಮುಹದ್ದಬ್ನಲ್ಲಿ ಹೇಳುತ್ತಾರೆ, ವತಜಿಬುಲ್ ಖುತ್ಬತು ಬಿಲ್ ಅರಬಿಯ್ಯ ಲಿಅನ್ನಹಾ ದಿಕ್ರುನ್ ಮಹಲೂನ್. ಖುತ್ಬಾ ಎಂಬುದು ಅದು ಶುದ್ಧ ಇಬಾದತ್ತಾಗಿದೆ. ಇಬಾದತ್ಗಳಲ್ಲಿ ಮೂಲ ಭಾಷೆ ಅದು ಅರಬಿಯಾಗಿದೆ. ಆ ಅರಬಿ ಭಾಷೆಯನ್ನು ಬದಲಾಯಿಸಲು ಅವಕಾಶವಿಲ್ಲ ಎಂದು ಇಮಾಮ್ ನವವಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹುರವರು ಹೇಳುತ್ತಾರೆ. ಅದೇ ರೀತಿ ಇಮಾಮ್ ಶಾಫಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹುರವರು ತನ್ನ ಕಿತಾಬುಲ್ ಎಂಬ ಗ್ರಂಥದಲ್ಲಿ ಹೇಳುತ್ತಾರೆ, ವಲಾ ತುಜ್ಜಿಉಲ್ ಖುತ್ಬತು ಇಲ್ಲಾ ಬಿಲ್ ಅರಬಿಯ್ಯ ಫಇನ್ ಲಂ ಯಕ್ದಿರ್ ಸಖತತ್ ಅನ್ಹು. ನೀವು ಖುತುಬಾವನ್ನು ಓದುವುದಾದರೆ ಅದು ಅರಬಿಯಲ್ಲೇ ಓದಬೇಕು. ಒಂದು ವೇಳೆ ಅರಬಿ ಸಾಧ್ಯವಿಲ್ಲದಿದ್ದರೆ ಮಾತ್ರ ನಿಮಗೆ ವಿನಾಯಿತಿ ಎಂದು ಇಮಾಮ್ ಶಾಫಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅವರು ಉದ್ಧರಿಸುತ್ತಾರೆ. ಮಾತ್ರವಲ್ಲ ಸಹೋದರರೇ, ಇಲ್ಲಿ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಂತರ ಎಷ್ಟೋ ಸ್ವಹಾಬಿಗಳು ಅಲ್ಲಿಂದ ಮದೀನಾದಿಂದ, ಮಕ್ಕಾದಿಂದ, ಅರಬ್ ದೇಶದಿಂದ ಇನ್ನಿತರ ದೇಶಗಳಿಗೆ ಹೋದಾಗ ಅಲ್ಲಿ ಕೂಡ ಆ ದೇಶಕ್ಕೆ ಸೀಮಿತವಾದ ಭಾಷೆಯಲ್ಲಿ ಅವರ ಖುತುಬಾವನ್ನು ಓದಲಿಲ್ಲ. ಅವರು ಅರಬಿಯಲ್ಲೇ ಆ ಖುತುಬಾವನ್ನು ಓದಿದ್ದಾರೆ ಎಂದು ನಮಗೆ ಪಂಡಿತರ ಫುಕಹ ಶಾಫಿ ಎಂಬ ಪಂಡಿತರ ಅವರ ಅಭಿಪ್ರಾಯ ನಮಗೆ ಕಾಣಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಮಾತ್ರವಲ್ಲ, ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಕಾನ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಯಖ್ತುಬುನ್ ನಾಸ ಯೌಮಲ್ ಜುಮ್ಅತಿ ಬಿಲ್ ಲಿಸಾನಿಲ್ ಅರಬಿಯ್ಯ. ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಮದೀನಾದಲ್ಲಿ ವಿವಿಧ ಜನಾಂಗಗಳಿದ್ದರು. ಅಂದಿನ ಕಾಲದಲ್ಲಿ ವಿವಿಧ ಜನಾಂಗಗಳಿದ್ದರು. ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಯಾವತ್ತೂ ಖುತುಬಾವನ್ನು ಅರಬಿ ಹೊರತು ಬೇರೆ ಭಾಷೆಯಲ್ಲಿ ಓದಲಿಲ್ಲ. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಮಾತ್ರವಲ್ಲ, ಖುತುಬಾ ಎಂಬುದು ಅದು ಇಬಾದತ್ತಾಗಿದೆ. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಇನ್ನಲ್ ಖುತುಬತ ಶರ್ತುನ್ ಲಿಸಿಹತಿ ಸ್ವಲಾತಿಲ್ ಜುಮ್ಅತಿ. ಜುಮ್ಮಾ ನಮಾಜ್ ಮಾನ್ಯತೆಗೆ ಖುತುಬಾ ಷರತ್ತಾಗಿದೆ. ಅದೇ ರೀತಿ ನಮಾಜ್ ಅರಬಿಯಲ್ಲಾದರೆ ಇಬಾದತ್ ಅರಬಿಯಲ್ಲಿರುವಂತೆ ಖುತುಬಾ ಎಂಬುದು ಅದರ ಅವಿಭಾಜ್ಯ ಅಂಗವಾದಂತೆ ಖುತುಬಾ ಕೂಡ ಅರಬಿಯಲ್ಲೇ ಆಗಬೇಕು ಎಂಬ ದಲೀಲ್ ನಮಗೆ ಕಾಣಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಮಾತ್ರವಲ್ಲ, ಪರಿಶುದ್ಧವಾದ ಕುರ್ಆನ್ನಲ್ಲಿ ಅಲ್ಲಾಹನು ಸೂರತ್ ಯೂಸುಫ್ನಲ್ಲಿ ಇನ್ನಾ ಅನ್ಜಲ್ನಾಹು ಕುರ್ಆನನ್ ಅರಬಿಯನ್ ಲಅಲ್ಲಕುಂ ತಅಕಿಲೂನ್ ಇಲ್ಲಿ ನನ್ನ ಮಾತಿಗೆ ಕಡಿವಾಣ ಹಾಕುತ್ತಿದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್. അൽഹംദുലില്ലാ, 2 ടീമുടെയും വിഷയമണ്ഡന ഓടക അവസാനിച്ചത്. ഇനി എ ടീം വിഷയമണ്ഡനാക്കിയതിൽ വെച്ചിട്ട് ബി ടീമുക്ക് ചോദിക്കുകയെന്നെങ്കിൽ ഇന്നെങ്കിൽ 2 ചോദ്യത്തുക്കുള്ള അവസരമുണ്ട്. 1 നിമിഷ സമയ അവകാಶ 1 ചോദ്യത്തിക്ക് ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചവരുടെ മേൽ ഖുർആൻ ഓതിയ തെളിവുണ്ടോ? ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചെങ്കിൽ വേണമായിട്ട് ഖുർആൻ ഓതിയത് തെളിവുണ്ടാണ്. ഇസ്ലാമിൽ ചെന്നെങ്കിൽ വെറുമൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്കിയത് മാത്രം അല്ലെങ്കിൽ ഖുർആൻ മാത്രം ഉണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നതും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒപ്പിക നൽകിയതും ഇസ്ലാമിൽപ്പെട്ടതാണ്, തെളിവ് പിടിക്കാൻ പറ്റിയതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ല് ഇഖ്റഉ സൂറത്ത് യാസീൻ അലാ മൗതാക്കും, നിങ്ങൾ മരിച്ചങ്ങളെ പേർ സൂറത്ത് യാസീൻ ഓതറു, യാസീൻ ഓതിട്ട് ഹദിയാക്കറു. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചങ്ങളെ മേൽ ഖുർആൻ ഓതറു ചെന്നതുക്ക് കൽപ്പിക്കിറങ്ങിയത്തെ ഹദീസായിട്ട് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം മരിച്ചങ്ങൾക്ക് വേനായിട്ട് ഖുർആൻ ഓതാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് സ്വഹാബത്തിങ്ങ ഉദ്ധരിച്ച ഹദീസംഗമുണ്ട്. മരിച്ചെങ്ക് ബക്കറത്ത് ലാസ്റ്റും ആമുഖത്തിൽ ചെന്നതുപോലെ സൂറത്തുൽ ബക്കറയുടെ ആദ്യവും ലാസ്റ്റും നിങ്ങൾ ഖബറുടെ മുട്ട പോയിട്ട് ഓതറും. ഇതെല്ലാം മരിച്ചങ്ക് ഓതാ എന്നതുക്കുള്ള തെളിവാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നെങ്കത്തെ ഹദീസുകളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്കിറാകട്ടെങ്കിൽ ആക്കിറ ഇല്ലേ, അതല്ല വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നതാണിത്. അത് മരിച്ചങ്ങളുടെ മേൽ ഖുർആൻ ഓതാൻ പറ്റും എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അവിടുത്തെ സ്വഹാബത്ത് ഖുർആൻ ഓതി തെളിവുണ്ടോ? ചോദ്യം ഒന്നും കൂടി മാറ്റുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ പറഞ്ഞു, ഉദ്ധരിച്ച് തെളിവുകളൊക്കെ പറഞ്ഞു. ഓക്കെ, അതുപോലെ ഓതിയ ഖുർആനും അതേപോലെ കൊടുത്ത സ്വതക്കുകളൊക്കെ അവരെ ഖബറിലേക്ക് പോയി അത് എത്തുമോ എന്നാണ് ചോദ്യം. എന്താണ് ഫഖഹാക്കളുടെ അഭിപ്രായം? അത് തന്നെയാണ് ആമുഖത്തിൽ വിശദമായി ഉദ്ധരിച്ചതും പറഞ്ഞതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് മുഖേന ഫുഖഹാക്കളും പണ്ഡിതന്മാരും വിശദീകരിച്ചതാണ്. 4 മദ്ഹബിലെ ഇമാമിയങ്ങളും അതംഗീകരിച്ചതാണ്. ഖുർആൻ ഓതിയാൽ അത് മയ്യത്തിലേക്ക് ഹദിയ ചെയ്താൽ അത് മയ്യത്തിലേക്ക് എത്തും, അത് അവനിക്ക് ഫലം ചെയ്യും എന്നതാണ്. ಓಕೆ, ಬಿ ಟೀಮಿಗೆ രണ്ട് ചോദ്യക്കേക്കുള്ള അവസരം എന്ത് കേട്ടിട്ടാണ്. ഇനി എ ടീമിക്ക് ബി ടീം റൊട്ട എന്തെങ്കിലും അങ്ങനെ വിഷയാവതരണത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേൾക്കുന്നെങ്കിൽ 2 ചോദ്യത്തുള്ള അവസരമുണ്ട്. നിങ്ങളെ ചോദ്യത്തെ കാമ്പനുസരിച്ച് ഐക്യം മാർക്കുണ്ടാവും. ഇങ്ങനെ ചോദ്യമൊക്കെ കിടാറുണ്ട്. ഖുതുബക്ക് ഒരേ അർത്ഥമല്ല. ഖുതുബക്ക് പ്രസംഗം, വാള് എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. ഖുതുബിന് മറ്റ് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതേപോലെ സദസ്സിലുള്ള ആളുകൾക്ക് ഖുതുബ ഓതി കൊടുക്കുക, ഖുതുബ എന്ന പദത്തിന് ഓതി കൊടുക്കുക എന്ന അർത്ഥം ഉണ്ട്. മുൻജിദിലൊക്കെ 186 പേജിൽ നമുക്ക് കാണാം ഖറഅൽ ഖുതുബത അലൽ ഹാളിറിന. അപ്പോൾ സദസ്സിലുള്ള ആൾക്കാർക്ക് ഓതി കൊടുക്കുക എന്ന അർത്ഥമുണ്ട്. ചോദ്യം ഒരിക്കൽ
ഓക്കെ. രണ്ടാമത്തെ ചോദ്യം പോലെ ആയിട്ട് കേൾക്കണു. ആൻസർ മതിയപ്പോൾ ആൻസറോടെ വന്നിട്ട് പോഡിയം എന്ന് ചൊല്ലും കാണാം ഒന്നും കൂടി ഇത്. അപ്പം ചോദ്യം ഇതാണ് എൻ്റെ ചോദ്യം, നിങ്ങൾ ആക്കിയ വിഷയാവതരണത്തിൽ ഇതാണ് എൻ്റെ ചോദ്യം, അങ്ങനെ ചെന്ന് കേട്ടെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ്. തുഹ്ഫത്തിൽ കണ്ട ഇബാറത്ത് വയുസ്തറത്ത് കൗനുഹ അയിൽ അർക്കാനു, ഖുതുബയുടെ റുക്കുനുകൾ അറബി ഭാഷയിലാവലാണ് ഷർത്ത്. മാ ദൂനഹ അല്ല ദൂന ഗൈറഹ, അതല്ലാത്തത് അറബിയിലാവുക ഷർത്തില്ലാണ്ടാണ് തുഹ്ഫൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ റുക്കുനുകൾ മാത്രം അറബി ഭാഷയിലാക്കിയിട്ട് ബാക്കിയുള്ള ചില നസീഹത്തുകളും ചില കുറേ കാര്യങ്ങളും എക്സ്ട്രാ അറബി അല്ലാത്ത ഭാഷയിൽ ചെന്നു കൊടുക്കമാ. കോൾ ലെറ്റർ ಕೋಡ್ ಲೆಟರ್ ಬಿ ಎ ಅವರು ಒಂದು ಸ್ಪಷ್ಟವಾಗಿ ಪ್ರಶ್ನೆಯನ್ನು ಕೇಳಿದ್ದಾರೆ. അതായത് റുക്കുനുകൾ, ഖുത്ബാൻ്റെ റുക്കുനുകൾ അറബിയിലും അതല്ലാത്തത് മറ്റു ഭാഷയിൽ ഓതാമോ എന്ന ചോദ്യം. അതായത് നമുക്കിവിടെ വഇത്തിയാനു മഅദൽ അർക്കാന മിനത്ത് തവാബി ബിഗൈരിൽ അറബിയ, അതായത് അറബി അല്ലാത്ത ഭാഷയിൽ റുക്കുനുകൾ, അതായത് റുക്കുനല്ലാത്തതിനെ കൊണ്ടുവരൽ അതെന്താണ്, അത് ഹറാമാണ്. വഇൻകാന ഗൈറ മുബ്തിലിൻ, ഇനി അത് അതെന്താക്കുന്നത്, ബാത്തിലാക്കുന്നില്ല എങ്കിൽ, നിസ്കാരത്തെ ജുമാ നിസ്കാരത്തെ ബാത്തിലാക്കുന്നില്ല എങ്കിൽ മാലം യതുലിൽ ഫസ്ല് ബാത്തിലാക്കുന്നില്ല എങ്കിൽ മാലം യത്തുൽ ഫസ്ൽ എന്ന ഇബാറത്തുണ്ട്. ഫഇന്ന തവാബിയ, ഇനി തവാബിയോ അതുപോലെ ഈ റുക്കുനുകൾ അതിൻ്റെ ഒക്കെ മറ്റേ ചില ഇതെല്ലാം ഉണ്ട്, വസിയത്ത് ഇതല്ല വേറെ മറ്റേ ഈ റുക്കുനുകളുടെ അതിൻ്റെ അടുത്ത് താബിയായ കുറേ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് ലാ യുഅ്തദു ബിഹ, അതിനെ പരിഗണിക്കപ്പെടില്ല. അപ്പോൾ വലാ തുജ്സിയു, അങ്ങനെ പരിഗണിക്കപ്പെടുന്നത് അത് മതിയാവുന്നുമില്ല അറബിയിലല്ലാതെ ഇല്ലാ ബിൽ അറബിയത്തി. അപ്പോൾ അതും എന്താവണം, ആ തവാബിയും ആ റുക്കുനുകളുടെ അടുത്തുള്ള തവാബിയും അതും അറബിയിലാവണം. അപ്പോൾ ഈ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞതടുത്ത് അവിടെ വഇത്തിയാനു ഇബാദത്തിൻ വലൗ സുന്നത്തൻ അലാ വജ്ഹിൻ ലാ യുഅ്തദു ബിഹി, പരിഗണിക്കപ്പെടുന്നില്ല പക്ഷെ അതെന്താണ്, വലാ യുജ്സിയു, അത് മതിയാവുന്നില്ല പക്ഷെ അത് ഫാസിദാണ്. പിന്നെ വത്തലബ്ബുസു ബിഇബാദത്തിൻ ഫാസിദത്തിൻ ഹറാമുൻ, ഇനി ഫസാദായതൊന്ന് കൊണ്ടുവന്നാൽ അതെന്താണ്, അത് ഹറാമാണ്. അപ്പോൾ റുക്കുനുകൾ ഉള്ള അടുത്ത തവാബിയും അത് അറബിയിലെ ആകണം. രണ്ട് ടീമുകളിലെ ചോദ്യത്തെ അവസരവും ഉത്തരത്തെ അവസരവും തീരുന്നത്. ഇനി ഒരു 2 മിനിറ്റിലായിട്ട് നിങ്ങൾ ആശയത്തെ കൺക്ലൂഷൻ ആക്കുക. അതോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മരിച്ചവരുടെ മേൽ ഖുർആൻ ഓതി ഹദിയ ചെയ്യുകയും അതവർക്ക് പ്രതിഫലം ലഭിക്കും എന്നതിൽ ധാരാളം തെളിവുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ ശറഹുൽ മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഒരു ഇബാറത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ
മഹാനായ നവവി ഇമാം ഷാഫി മദ്ഹബിലെ രണ്ടാം ഷാഫി എന്ന് തന്നെ അറിയപ്പെടുന്ന നവവി ഇമാം പറയുന്നത് വഅമ്മാ ഖിറാഅത്തുൽ ഖുർആനി فالمشهور من مذهب الشافعي أنه لا يصل ثوابها إلى الميت. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് പ്രകാരം ഖുർആൻ ഓതി ഹദിയ ചെയ്യുക എന്നത് അത് മയ്യത്തിലേക്ക് എത്തുകയില്ല എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് എന്ന ഇബാറത്തിനെ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാ തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇതിനെ അഭിമുഖീകരിച്ച് ഈ ഇബാറത്തിനെ വെച്ചുകൊണ്ട് പറയുന്നു, نعم حمل جمع عدم الوصول الذي قال المصنف في شرح المسلم إنه مشهور المذهب على ما إذا قرئ لا بحضرة الميت ولم ينوي القارئ ثواب قراءته له أو نواه ولم يدع له. ഇവിടെ പറഞ്ഞത് മയ്യത്തിനിക്ക് പ്രതിഫലം എത്തുകയില്ല എന്ന് ഇമാം നവവി പറഞ്ഞതിന്റെ ഉദ്ദേശം ആ ഓതിയതിന്റെ ഉടനെ അത് മയ്യത്തിന്റെ ഹളറത്തിൽ ഓതിയതല്ല എങ്കിൽ, അല്ലെങ്കിൽ ഓതിയതിന്റെ ഉടനെ അതിന്റെ സവാബിനെ ഹദിയ ചെയ്തില്ല എന്നതാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇവൻ മരിച്ചവന്റെ മേൽ ഓതുമ്പോൾ മരിച്ചവന്റെ മേൽ എന്ന ഒരു നിയത്തുമില്ലാതെ മുത്തലഖായ നിലക്ക് ഓതിയാലാണ്, മരിച്ച് ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉദ്ദേശിച്ച് ഓതിയാൽ അല്ലെങ്കിൽ മയ്യത്തിന്റെ ഹാലിൽ ഓതിയാൽ അത് മയ്യത്തിലേക്ക് എത്തുക തന്നെ എന്നാണ് മഹാന്മാർ വിശദീകരിക്കുന്നത്. ഷാഫി ഇമാം അതിനെ വിശദീകരിച്ചു എന്നതിന് തെളിവായി ഷാഫി ഇമാം തന്നെ പറയുന്നു, എന്ന് മാത്രം പറഞ്ഞ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ತಆಲಾ ವಬರಕಾತು. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಇಸ್ಲಾಮಿನ ಪ್ರತಿಯೊಂದು ಇಬಾದತ್ತುಗಳಿಗೂ ಅದರದೇ ಆದ ನಿಯಮ ಮತ್ತು ಪಾವಿತ್ರ್ಯತೆ ಇದೆ. ಶುಕ್ರವಾರದಂದು ಜುಮಾ ದಿನದಂದು ಅಲ್ಲಿ ಹುತುಬ ಕೂಡ ಅದೇ ರೀತಿಯಾದಂತಹ ಒಂದು ಪವಿತ್ರವಾದ ಒಂದು ಇಬಾದತ್ತಾಗಿದೆ. ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರವರು ತಮ್ಮ ಸಂಪೂರ್ಣವಾದ ಜೀವನದಲ್ಲಿ ಖುತ್ಬವನ್ನು ಒಮ್ಮೆಯೂ ಕೂಡ ಅನರಬಿ ಭಾಷೆಯಲ್ಲಿ ಓದಲಿಲ್ಲ. ಅರಬಿ ಭಾಷೆಯಲ್ಲೇ ಅವರು ಖುತ್ಬವನ್ನು ಓದಿದರು. ನಂತರ ಬಂದ ಸ್ವಹಾಬಗಳು, ತಾಬಿಗಳು, ತಬഉ ತಾಬಿಗಳು ಇವರೆಲ್ಲರೂ ಅವರು ಈ ಖುತ್ಬವನ್ನು ಭಾಷಾಂತರಿಸಲಿಲ್ಲ. ಇವರು ಹಲವಾರು ಕಡೆ ವಿವಿಧ ದೇಶಗಳಿಗೆ ಹೋದರು. ಅವರು ಅರಬಿಯಲ್ಲೇ ಖುತ್ಬವನ್ನು ಓದಿದರು. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಸ್ವಹಾಬಿಗಳು, ನಾವು ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರವರು ಖುತ್ಬವನ್ನು ಯಾವ ಭಾಷೆಯಲ್ಲಿ ನಡೆಸಿದರು, ಸ್ವಹಾಬಗಳು ಯಾವ ಭಾಷೆಯನ್ನು ಪಾಲಿಸಿದರು, ಅದೇ ಮಾರ್ಗವನ್ನು ಅನುಸರಿಸುವುದೇ ನಿಜವಾದ ಅನುಸರಣೆಯಾಗಿದೆ ಎಂದು ನನಗೆ ಇಲ್ಲಿ ಹೇಳಲು ಇಚ್ಛಿಸುತ್ತೇನೆ. ಅದೇ ರೀತಿ ಖುತುಬವನ್ನು ಅರಬಿ ಭಾಷೆಯಲ್ಲಿ ನಡೆಸುವುದು ಅದು ಭಾಷಾ ಅಭಿಮಾನಕ್ಕಾಗಿ ಅಲ್ಲ, ಬದಲಾಗಿ ಅದು ಪವಿತ್ರವಾದ ಕುರ್ಆನ್ ಅದು ಇಳಿದು ಬಂದದು ಅರಬಿ ಭಾಷೆಯಲ್ಲಾಗಿದೆ. ಮಾತ್ರವಲ್ಲ, ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರವರ ಆ ಸುನ್ನತನ್ನು ಸಂರಕ್ಷಿಸುವ ಒಂದು ಉದ್ದೇಶದಿಂದ ಎಂಬ ಪಾವಿತ್ರ್ಯವನ್ನು ಕಾಪಾಡುವುದಕ್ಕಾಗಿ ಮಾತ್ರವಾಗಿದೆ. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಆದ್ದರಿಂದ ನಾವು ಖುತುಬವನ್ನು ಗೌರವದಿಂದ ಆಲಿಸಿ ಅದರ ಅರ್ಥವನ್ನು ತಿಳಿಯಲು ಪ್ರಯತ್ನಿಸಿ ಕೇಳಿದ ಉಪದೇಶಗಳನ್ನು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಅಳವಡಿಸಿಕೊಳ್ಳೋಣ. ಮಾತ್ರವಲ್ಲ, ಕಡೆಯದಾಗಿ ಹೇಳಬಯಸುತ್ತೇನೆ, ಖುತುಬ ಅರಬಿ ಭಾಷೆಯಲ್ಲಾಗಬೇಕು ಎನ್ನುವುದಕ್ಕೆ ಮತ್ತೊಮ್ಮೆ ಅಡಿಗರೆ ಹಾಕುತ್ತಾ ನನ್ನ ಮಾತಿಗೆ ಕಡಿವಾಣ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್. السلام ورحمة الله وبركاته. جزاكم الله خيرا. نفع الله بكم العباد والبلاد. آمين يا رب العالمين. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಇಶಾ ನಮಾಜಿನ ಸಮಯವಾಯಿತು. ಎಲ್ಲರೂ ಮಸೀದಿಗೆ ತೆರಳಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ.